ഇറാനുമായുള്ള യുഎസിന്റെ ശത്രുത ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തലിലൂടെ അവസാനിച്ചെന്നും അതിനാൽ ഇറാൻ യുദ്ധം തുടരുന്നതിന് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസ് കോൺഗ്രസിനെ അറിയിച്ചു. വെള്ളിയാഴ്ച കോൺഗ്രസ് അംഗങ്ങൾക്കയച്ച കത്തിലാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. യുഎസിലെ വാർ പവേഴ്സ് ആക്ട് പ്രകാരം ഒരു രാജ്യത്തിനെതിരെയുള്ള സൈനിക നടപടി ആരംഭിക്കുന്നതിനെക്കുറിച്ച് നിയമനിർമ്മാതാക്കൾക്ക് അറിയിപ്പ് ലഭിച്ച് 60 ദിവസത്തിനകം യുഎസ് കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കണം. അല്ലാത്തപക്ഷം എല്ലാ യുദ്ധ നടപടികളും അവസാനിപ്പിക്കണം. എന്നാൽ ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം വെടിനിർത്തലിലൂടെ അവസാനിച്ചെന്നും ഏപ്രിൽ 7-ന് ശേഷം ഇറാനിൽ നേരിട്ടുള്ള സൈനിക നടപടികളൊന്നും നടക്കാത്തതിനാൽ കോൺഗ്രസിന്റെ അനുമതി തേടേണ്ട ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനും സ്ഥിരമായ സമാധാന കരാറിലെത്താനുമുള്ള ചർച്ചകളുടെ ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെക്കുറിച്ച് യുഎസ് സെൻട്രൽ കമാൻഡ് തലവൻ ബ്രാഡ് കൂപ്പർ വ്യാഴാഴ്ച ട്രംപിന് വിശദീകരണം നൽകിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇറാനെ എന്നേക്കുമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു കരാറിന് ശ്രമിക്കുക എന്നീ 2 വഴികളാണ് യുഎസിന് മുന്നിലുള്ളതെന്നും ഇതിൽ രണ്ടാമത്തേത് സ്വീകരിക്കാനാണ് താൽപര്യമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം യുഎസുമായുള്ള യുദ്ധം പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാനിലെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ജാഫർ ആസാദി പറഞ്ഞതായി AFP റിപ്പോർട്ട് ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കുക ലക്ഷ്യമിട്ട് മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങളിൽ താൻ തൃപ്തനല്ലെന്ന് ട്രംപ് പറഞ്ഞു. ആണവശേഷിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാറ്റിവെച്ചാൽ സമാധാന കരാറിനും 2 മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് തുറക്കാനും സമ്മതമാണെന്ന് മുൻപ് ഇറാൻ അറിയിച്ചിരുന്നു. എന്നാൽ ആണവ പദ്ധതി പൂർണ്ണമായും അവസാനിപ്പിക്കാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് ട്രംപ് തയ്യാറായില്ല. ചർച്ചകൾ നടക്കുന്നതിനിടെ യുഎസ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ തകർന്ന ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം നീക്കം ചെയ്യാൻ ഇറാൻ ശ്രമിക്കരുതെന്ന് യുഎസ് ആവശ്യപ്പെട്ടതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഒരു കരാറിന് വേണ്ടി ഇറാൻ അഭ്യർത്ഥിക്കുകയാണെന്നും തകർന്ന ഇറാൻ ഭരണകൂടത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാത്തതാണ് കരാറിലെത്താനുള്ള ശ്രമങ്ങൾ വൈകിപ്പിക്കുന്നതെന്നും ട്രംപ് ആവർത്തിച്ചു. ഇറാനിൽ സാധ്യമായ പുതിയ സൈനിക നടപടികളെക്കുറിച്ച് യുഎസ് സെൻട്രൽ കമാൻഡ് തലവൻ ബ്രാഡ് കൂപ്പർ വ്യാഴാഴ്ച ട്രംപിന് വിശദീകരണം നൽകിയെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതേസമയം അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പലുകൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ കടൽ കൊള്ളയോട് ഉപമിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവന കുറ്റകൃത്യം നേരിട്ട് സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ ആരോപിച്ചു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ട്രംപിന്റെ പരാമർശങ്ങൾ കടലിലെ നിയമവിരുദ്ധമായ പെരുമാറ്റത്തെ പരസ്യമായി അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബക്കായി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതിനെ സാധാരണവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ തള്ളിക്കളയണമെന്ന് അദ്ദേഹം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനോടും അംഗരാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം നടപ്പിലാക്കുന്ന യുഎസ് നാവിക നടപടികളെ വെള്ളിയാഴ്ച ട്രംപ് വിശേഷിപ്പിച്ചത് കടൽ കൊള്ളക്കാരെ പോലെ എന്നാണ്. ഇതാണ് ഇറാന്റെ പ്രതികരണത്തിന് പിന്നിലെ സംഭവം. ഞങ്ങൾ കപ്പൽ പിടിച്ചെടുത്തു, ചരക്കുകൾ പിടിച്ചെടുത്തു, എണ്ണയും പിടിച്ചെടുത്തു. ഇതൊരു വലിയ ലാഭകരമായ ബിസിനസ്സാണ്. ഞങ്ങൾ കടൽ കൊള്ളക്കാരെ പോലെയാണ്, ഞങ്ങൾ കളിപ്പാവകളല്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ടാങ്കറുകളും കണ്ടെയ്നർ കപ്പലുകളും ഉൾപ്പെടെ നിരവധി ഇറാനിയൻ കപ്പലുകൾ അമേരിക്കൻ സേന പിടിച്ചെടുത്തിരുന്നു. പ്രധാന ആഗോള ഊർജ്ജ മാർഗമായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുകയും ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ സമുദ്രമേഖലയിൽ സംഘർഷം രൂക്ഷമായിരിക്കും. ആഗോള എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെയും 5-1 കയറ്റുമതി കൈകാര്യം ചെയ്യുന്ന നിർണായക ഇടനാഴിയിലെ തടസ്സങ്ങൾ ഊർജ്ജ വിപണികളിലെ ചാഞ്ചാട്ടത്തിന് കാരണമായി. ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം നടത്തിയതോടെയാണ് സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ ഘട്ടം ആരംഭിച്ചത്. ഇസ്രായേലിനും യുഎസ് താവളങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കും നേരെ ഇറാൻ പ്രതികാര ആക്രമണങ്ങൾ നടത്തിയതോടെ സംഘർഷം കൂടുതൽ വഷളാവുകയായിരുന്നു. പോരാട്ടം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും കുടിയിറക്കലിനും കാരണമായി. ശത്രുത ലെബനനിലേക്കും വ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.